ഒരു കുട്ടികളുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഒരു പ്രദേശത്തൊരു പനി ബാധിക്കാം. ആ പനി ഏതെങ്കിലും തരത്തിൽ പകർച്ചപ്പനിയായി രൂപപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് പ്രതിരോധിക്കുന്നതിനോടോ അതിൻ്റെ വിവരങ്ങൾ ശേഖരിച്ച് മുകളിലേക്ക് നൽകുന്നതിനോടൊപ്പം ആ പനി നിയന്ത്രിക്കാനുള്ള പ്രവർത്തനങ്ങൾ കൂടി ഈ അടിത്തട്ടിലെ പ്രവർത്തകർ ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് ഇപ്പം മലേറിയ കൊതുകുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നുണ്ടെങ്കിൽ ഉള്ള രോഗമാണെന്നുണ്ടെങ്കിൽ ആ പനി കണ്ട വീടിന് ചുറ്റുമുള്ള ഒരു പ്രദേശം പൂർണ്ണമായും അവർ സർവേ നടത്തി കൊതുക് വളരാനുള്ള സാധ്യതകളൊക്കെ ഇല്ലാതാക്കി കിണറുകളിൽ ക്ലോറിനേഷൻ ചെയ്ത് അത്തരത്തിലുള്ള നടപടികളൊക്കെ സ്വീകരിച്ച് ഈ രോഗിയെക്കുറിച്ചുള്ള കൃത്യമായ വിവരം അവരുടെ ബന്ധപ്പെട്ട ആരോഗ്യവകുപ്പ് ഓഫീസിലെത്തിക്കും. ഈ വിവരം വെച്ചാണ് അതിന് ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസറും പോലെയുള്ള ജില്ലാ അധികാരികൾ പ്രവർത്തിക്കുന്നത്. ഇതുതന്നെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ ഇത്തരം വിഷയങ്ങൾ, പ്രത്യേകിച്ച് ഇപ്പം മസ്തിഷ്ക ജ്വരം, അതുപോലെ ഡെങ്കു, നിപ്പ പോലെയുള്ള കാര്യങ്ങൾ ആദ്യം കണ്ടുപിടിക്കപ്പെടുകയാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ ഇതില്ല എന്നല്ല, അവിടങ്ങളിലൊക്കെ ഇത് വന്ന് പോകുന്നുണ്ടായിരിക്കും. പക്ഷേ ഇവിടെ ഇത്തരത്തിലുള്ള സ്വാഭാവികമല്ലാത്ത ഒരു കാര്യം നടക്കുമ്പോൾ ആരോഗ്യ പ്രവർത്തകരുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. അതാണ് അതിന് പ്രധാനപ്പെട്ട കാരണം. ആ ശ്രദ്ധ അവർ യഥാർത്ഥത്തിൽ അവരുടെ മേലധികാരികൾ വഴി ഈ ഭരണ നേതൃത്വത്തിനെ അറിയിക്കുന്നത് കൊണ്ടാണ് ഇവിടെ കൂടുതൽ പുതിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളൊരു ധാരണ തന്നെ ഉണ്ടാകുന്നത്. ഈ അടുത്ത കാലഘട്ടത്തിൽ സർക്കാർ സംവിധാനത്തെ സമീപിക്കുന്ന പൊതുജനങ്ങളുടെ അംഗസംഖ്യ കൂടിക്കൂടി വരികയാണ്. അതിനനുസരിച്ച് അവർക്ക് കൃത്യമായിട്ടുള്ള ആരോഗ്യ സേവനങ്ങൾ നടത്തിക്കൊടുക്കാനുള്ള പര്യാപ്തത തീർച്ചയായും ഉണ്ട്. അത് ഒരു ഗവൺമെൻറ്റിൻ്റെ മാത്രം കുറവായിട്ട് കാണാൻ കഴിയില്ല. അത് യഥാർത്ഥത്തിൽ വർദ്ധിച്ചു വരുന്ന ആവശ്യകതയ്ക്കൊപ്പം അവയെ അഡ്രസ്സ് ചെയ്യാനുള്ള ഗവൺമെൻറ്റിൻ്റെ റിസോഴ്സുകളുടെ കുറവ് കൊണ്ടായിരിക്കും. എങ്കിലും ഈ അടുത്ത കാലത്തായിട്ട് കണ്ടുവരുന്ന പ്രവണത കൂടുതൽ ആൾക്കാർ പൊതുജനാരോഗ്യ സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ള പരിഹാരം കാണുന്നതിന് ഗവൺമെൻറ് ശ്രമിക്കുന്നതിനോടൊപ്പം ആശുപത്രികളിൽ എത്തുന്ന രോഗികളുടെ എന്തിനവരെത്തുന്നു എന്നതിനെക്കുറിച്ചുള്ള ഒരു അവബോധം കൂടി ഉണ്ടായിക്കൊടുക്കണം. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു പ്രൈമറി ഹെൽത്ത് സെൻ്ററിൽ ചെല്ലേണ്ട രോഗികൾ എന്തൊക്കെ തരത്തിലുള്ള ആൾക്കാരാണ് അവിടെ ചെല്ലേണ്ടത് എന്നുള്ളതിനുള്ള ഒരു ധാരണയുണ്ടെങ്കിൽ അവിടെ എത്തുന്ന രോഗികളുടെ ആധിക്യം കുറയ്ക്കാൻ കഴിയും. അവിടെ ചികിത്സിക്കാൻ കഴിയാത്ത രോഗികൾ അതിന് മുകളിലുള്ള ആശുപത്രിയിൽ പോകണം. അല്ലെങ്കിൽ അതിന് മുകളിൽ ഉള്ള രോഗങ്ങൾ ചികിത്സിക്കുന്ന ആശുപത്രികളിൽ പ്രൈമറി ഹെൽത്ത് സെൻ്ററിൽ സാധാരണഗതിയിൽ വരുന്ന രോഗികൾ വരാൻ പാടില്ല. അപ്പോൾ എല്ലാം കൂടി ചേർന്നുള്ള ഒരു തിരക്കാണ് ഈ സർക്കാർ ആശുപത്രിയിൽ കാണുന്നത്. മെഡിക്കൽ കോളേജ് ആയാലും ഇപ്പോൾ ജനറൽ ആശുപത്രികളിലായാലും അവിടങ്ങളിലൊക്കെയുള്ള ഒ പികളിൽ താലൂക്ക് ആശുപത്രികളിലും പ്രൈമറി ഹെൽത്ത് സെൻ്ററിലും ചികിത്സിക്കപ്പെടാവുന്ന രോഗങ്ങളുമായിട്ട് തന്നെ ആൾക്കാർ വരാറുണ്ട്. അപ്പോൾ അവരെയൊക്കെ അതാത് സ്ഥലങ്ങളിൽ കൃത്യമായി ചികിത്സിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുകയും അവരവിടെയാണ് പോകേണ്ടതെന്നുള്ള അവബോധം ഉണ്ടാക്കുകയും ചെയ്യുമെങ്കിൽ തന്നെ ഈ വലിയ ആശുപത്രികളിലെ തിരക്ക് കുറയ്ക്കാനും അവിടെ ഉപയോഗിക്കപ്പെടുന്ന റിസോഴ്സുകൾ സേവ് ചെയ്യാനും സാധിക്കും. അതാണ് അതിന് ഇപ്പോൾ മുമ്പിൽ കാണുന്ന ഒരു വഴി. അതാണ് റെഫറൽ സിസ്റ്റം വളരെ ശക്തമായിട്ട് നടപ്പാക്കി അതാത് തലത്തിലുള്ള ആശുപത്രികളിൽ എത്തേണ്ട രോഗികൾ മാത്രം എത്തുക എന്നുള്ള ഒരു അവബോധം പൊതുജനത്തിലുണ്ടാക്കിയാൽ അത്തരം രോഗികൾ മാത്രം അവിടെ എത്തുകയും അവർ കൃത്യമായി ചികിത്സിക്കപ്പെടുകയും ചെയ്യും. അതാണ് അതിന് പറയാനുള്ളത്.